അമ്മയിലേക്ക് വന്നപ്പോഴാണ് ഞാൻ അതിലേക്ക് ഒന്ന് വന്നേക്കാന്ന് ഓർത്ത്. ഇപ്പൊ കുറച്ചു മുമ്പ് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. ഞാൻ അങ്ങനെ അമ്മയെ ഉദ്ദേശിച്ചല്ല പറഞ്ഞേ. അല്ല, ഞാനും ഉദ്ദേശിച്ചില്ല. ഇപ്പൊ ഞാൻ എടുത്തിട്ടപ്പോ അതിലേക്കൊന്ന് പോകണം നമുക്ക്. അല്ല, ഞാൻ ഓവറോൾ മൊത്തത്തിലുള്ള ഒരു പ്രതിഭാസം പറഞ്ഞതാണ്. പ്രതിഭാസത്തിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ട്. മൊത്തത്തില് അതിപ്പോ ഇത് അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ചെറിയ സമൂഹങ്ങളെല്ലാം വലിയ സമൂഹത്തിന്റെ ഭാഗമല്ലേ? ഞാൻ ഇവിടെ ബുദ്ധിമാനായിട്ട് ഒരാളെ കാണുന്നു, ഒരക്ഷരം പറയാതെ കഴിഞ്ഞ 3 ഇന്റർവ്യൂവിൽ പഠിച്ച് എങ്ങനെ ഡീൽ ചെയ്യണം. കൂട്ടായ്മയൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ, വനിതകളുടെ കൂട്ടായ്മയൊക്കെ. ഞാനൊരു കൂട്ടായ്മ, ഏത് വനിത, എവിടെയാ വനിത സംഘം? ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മ തുടങ്ങി. അമ്മയിൽ പെട്ടെന്ന് ഒരു കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഒറ്റപ്പെട്ട ആൾക്കാരെ ചേർത്ത് വെക്കുന്ന കൂട്ടായ്മയല്ലേ ചോദിക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിപ്പോ ഇറക്കാൻ പോകുന്ന സിനിമ അമ്മയുമായിട്ട് ബന്ധപ്പെട്ടല്ല. ഒരിക്കലല്ല. അമ്മയിലുള്ള 3-4 പേര് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമ രവീന്ദ്ര നീ എവിടെയാണ്? അല്ല, ഒരു അമ്മയായിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമ അല്ലേ? ആ അമ്മയല്ല ഈ അമ്മ, ആ അമ്മയല്ല ഈ അമ്മ. ആ ഒരു കൂട്ടായ്മ തുടങ്ങിയെന്ന് ഇങ്ങനെ അറിഞ്ഞു. സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി അത് കുറച്ച്. ഏത് കൂട്ടായ്മ? ഒരു വാട്സാപ്പ് കൂട്ടായ്മ. അല്ലല്ല, ഹൈദരലിക്ക് അറിയാവുന്ന കാര്യം ഒന്ന് പറയൂ. ഞങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ടാണ്. ഒരു സ്ത്രീകളുടെ കൂട്ടായ്മ അമ്മയിൽ പെട്ടെന്ന് ഈ ഇപ്പോഴാണ് ഉണ്ടായത്. അല്ല, അതൊക്കെ നേരത്തെ ഉണ്ടാവൂല്ലോ. സ്ത്രീകളുടെ കൂട്ടായ്മ ഉണ്ടാവൂല്ലോ. കുറച്ച് പേരുകള് കൂടി സംസാരിക്കുന്നുണ്ടാവും എന്നാണ് എന്റെ ഒരു ധാരണ. ആ വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ടോ? ഇപ്പൊ തുടങ്ങിയോന്നോ? ആരാ പറഞ്ഞ? അല്ല, ഞാനിങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടെന്നൊക്കെ പൊതുവെ ചർച്ച. അഡ്മിനാണോ? ഞാൻ അല്ല, അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ട് എന്ന് പുറത്ത് സംസാരം കേട്ടു തുടങ്ങി. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തുറന്നു ചോദിക്കുന്നതാണ്, അതില് ഉണ്ടോ, ആ പുതിയ ഉണ്ടായ വാട്സാപ്പ് കൂട്ടായ്മയിലുണ്ടോ? എന്തോ അറിഞ്ഞിട്ടുള്ള ചോദ്യം. എന്തോ ഒരു കുത്തിത്തിരിപ്പ് മണക്കുന്നുണ്ട്. അങ്ങനെയല്ലേ ചേച്ചി പറഞ്ഞത്? ഇപ്പൊ ബ്രേക്ക് വേണം, നമുക്ക് രക്ഷപ്പെടാം. കുത്തിത്തിരിപ്പുണ്ടെങ്കിലേ പടം ഓടുള്ളൂ പറഞ്ഞ പിന്നെ എന്തിന്? അതിനല്ലേ കൊണ്ടുവന്നതിനെ. ചേച്ചി അങ്ങനെ കൂട്ടായ്മ ഉണ്ടോ? സത്യം പറ ചേച്ചി, ചേച്ചിയുടെ അറിയലുണ്ടോ? ഉണ്ട്. രഹസ്യ കൂട്ടായ്മ? രഹസ്യമൊന്നുമല്ല. ഞാനൊരു കാര്യം അല്ലല്ല, വനിതയാണ്. വനിതകളുടെ കൂട്ടായ്മ രഹസ്യമോ? വനിതകളുടെ കൂട്ടായ്മ രഹസ്യമോ? അതെങ്ങനെ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, വനിതകളുടെ ഒരു കൂട്ടായ്മ ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അമ്മയിലെ ഒരുപാട് അംഗങ്ങൾ അതിൽ ആഡായിട്ടുണ്ട്. ഞാനും അതിൻ്റെ ഒരു പാർട്ടാണ്. അത് വളരെ നല്ല കാര്യങ്ങളൊക്കെ അമ്മയിൽ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അമ്മയ്ക്കും പുറത്തും വിചാരിച്ചിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിലിപ്പോ എല്ലാവരും ഉണ്ടോ? എല്ലാവരും തന്നെയുണ്ട്. അല്ല, കുറച്ച് പേരും കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഒരു 150ഓളം ആൾക്കാർ ആഡായിട്ടുണ്ട്. എനിക്കൊന്ന് മൊത്തം ഒരു 250 വനിതകളെ ഉണ്ടാവുള്ളൂ ടോട്ടല്. അതിലൊരു 150ഓളം ഉണ്ട്. ബാക്കി ആഡ് ചെയ്യാനുണ്ട്. ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ജസ്റ്റ് 2-3 ഡേയ്സ് ആയിട്ടുള്ളൂ. അതാണ് ഒരു ഇലക്ഷൻ ഒക്കെ പ്രഖ്യാപിക്കുന്നു, പെട്ടെന്ന് ഒരു കൂട്ടായ്മ ഉണ്ടാവുന്നു. അവിടെയാണല്ലോ ഡൗട്ടുകളും സംശയങ്ങളും വരുന്നത്. നല്ല കാര്യമല്ലേ? നേരത്തെ WCC എന്ന് പറയുന്ന പ്രസ്ഥാനം തുടങ്ങി അല്ലേ? അല്ല, അറിയണമല്ലോ. അമ്മയിൽ നിന്നും അമ്മയിലെ വിഷയങ്ങൾ WCC ഉണ്ട്. അതുപോലെ ഒരു കൂട്ടായ്മയിലേക്കാണോ ശ്രമിക്കുന്നത്? ഒരിക്കലും അല്ല. അമ്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട്, അമ്മയ്ക്ക് ഉള്ളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത്, അമ്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്ന, അമ്മയോട് 100% പ്രതിബദ്ധത പുലർത്തുന്ന ഒരു കൂട്ടായ്മയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. 3 ദിവസം ആയിട്ടുള്ളൂ ഞാൻ അതിൽ ആഡായിട്ട്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കി. സത്യം വന്നല്ലോ. കൂടാതെ ഞാൻ അത് ചോദിച്ചാണ്, സത്യം വന്നല്ലോ. അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടെന്ന് പുറത്ത് സംസാരമായല്ലോ. അതിൽ എനിക്ക് തോന്നിയ ഒരു കട്ടി വീഴ്ചയുടെ സൈഡിൽ ഒരു ഇളിച്ച ചിരി വരുന്നുണ്ട്. ഉദ്ദേശിച്ച കാര്യം വർക്കൗട്ട് ആയില്ല എന്നുള്ള ചിരി നോക്കട്ടെ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.